ധവളപത്രത്തിനൊന്നും നമ്മളെതിരൊന്നുമല്ല. ധവളപത്രം ഇറക്കട്ടെ, എല്ലാവർക്കും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഹായിക്കുമല്ലോ. 2016 ഞാൻ മന്ത്രിയായപ്പോഴും ധവളപത്രം ഇറക്കിയിട്ടുണ്ട്, 2006 അത് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ധവളപത്രം വരട്ടെ. പക്ഷെ ഈ പറഞ്ഞ ചോദ്യത്തിന് മറുപടി വേണം കേട്ടോ. ഈ ഇലക്ഷന് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ 25,000 കോടി രൂപയുടെ റവന്യൂ കുടിശ്ശിക പിരിക്കുന്നില്ല. എത്ര പിരിക്കും? 15,000 കോടി രൂപയുടെ സ്വർണം നികുതി പിരിക്കണം, അതിൽ നിന്ന് എത്ര പിരിക്കും? IGST എന്ത് മാറ്റം വരുത്തി 25,000 കോടി രൂപ അഡീഷണൽ നേടും എന്നതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി പറയണ്ടേ? അതുകൊണ്ട് നല്ലത് എല്ലാ വിദഗ്ധന്മാരുമായിട്ടും ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് ഈ 3 കാര്യങ്ങൾക്കും മറുപടി നൽകട്ടെ. സർ, ഈ വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യം കൊടുക്കണം, അതിനെതിരെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതായത് KSRTC എന്ന് പറയുന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ ഇടയാക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഇതിനെക്കുറിച്ച് LDFന്റെ ഒരു നിലപാടാണ്. അത് പ്രഖ്യാപിക്കാൻ ജൂൺ 15 നടപ്പാക്കുകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടല്ല നടപ്പാക്കാൻ പോണേ, പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. പക്ഷേ ആ സംസ്ഥാനങ്ങളിലേക്ക് ആ ടിക്കറ്റിന്, വനിതകൾക്ക് നൽകുന്ന ടിക്കറ്റിന് അതിന്റെ വില, അതിന്റെ ചാർജ് അവിടുത്തെ റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പിന് നൽകും. അത് നൽകണം കേരളത്തിലും. KSRTCയുടെ ചെലവില് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറ്റില്ലെന്ന്. വേറൊന്നുമല്ല, ഡീസൽ മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് KSRTC പൊട്ടിപ്പോകും. ഇപ്പോ 100 കോടി രൂപ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടാണ് പെൻഷൻ. പിന്നെ ശമ്പളം കൊടുക്കുന്നതിന് 40-45 കോടി മാസം തോറും കൊടുത്തിട്ടാണ് ശമ്പളം കൊടുക്കണേ. ബാക്കി അവിടെ നിന്നാണ്. അപ്പോ ഒരു മാസം ഏതാണ്ട് 80 കോടി രൂപ വരുമാനത്തിൽ നിന്ന് കുറവുണ്ടാവും. അതും കൂടി കൊടുത്തേക്കണം. അത്രയുള്ളൂ. കൊടുക്കണമെന്നാ ഞാൻ പറയാ. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ലേ, ഇന്ത്യയുടെ ഗ്യാരണ്ടിയല്ലേ. ഒരു കാരണവശാലും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. പക്ഷെ KSRTCക്ക് പണം കൊടുത്തില്ലെങ്കിൽ KSRTC പൂട്ടിപ്പോവും. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല, അവിടുത്തെ തൊഴിലാളികളും തയ്യാറാവില്ല. തീരുമാനിക്കാം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സംസ്ഥാനത്ത് മൊത്തത്തിൽ പാർട്ടിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ, എല്ലാ ഘടകങ്ങളിലും. അത്തരം ചർച്ചകളൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ ഇടതുമുന്നണി പഴയൊരു ജനകീയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയുള്ള രീതിയിലാണോ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? ഒരു സംശയമില്ലല്ലോ. ഇത് ആദ്യമായിട്ടല്ല തോക്കുന്നത് കേരളത്തില്. 77 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എത്രയുണ്ടായിരുന്നത്? അതുകൊണ്ട് ആദ്യമായിട്ടൊന്നുമല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ടാണ് ഒരു തുടർച്ചയുണ്ടായത്. അല്ലെങ്കിൽ എല്ലാ 5 വർഷം കഴിയുമ്പോഴും തോൽവി തിരിച്ചടി ഉണ്ടാവും. കാരണം ജനങ്ങൾ വളരെ ചൂസിയാണ്. വെച്ചാൽ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യം വന്നില്ലെങ്കിൽ ചെറിയൊരു ശതമാനം മതി കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഭരണം മാറാനായിട്ട്. അതാണ് കേരളത്തിലെ രാഷ്ട്രീയ ബലാബലം. അതുകൊണ്ട് ഞങ്ങൾ ചർച്ചയിൽ വളരെ തുറന്ന്, സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവുന്ന ഒരു തിരിച്ചടിയേക്കാൾ ഗൗരവമുള്ള തിരിച്ചടിയാണ്. ആ ഗൗരവത്തിൽ തന്നെ എടുത്ത് എല്ലാ കമ്മിറ്റികളും പരിശോധിക്കുകയാണ്. സാധാരണ ഞങ്ങൾ സംസ്ഥാന നേതാക്കന്മാർ ഒരു രേഖയുണ്ടാക്കി വിശകലനം താഴേക്ക് കൊടുക്കുകയാണ്. ഇത്തവണ അതല്ല. ഇന്നത്തോടുകൂടി ജില്ലാ കമ്മിറ്റികളിലെ ചർച്ച സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സ് പങ്കെടുത്ത് തീരുന്നു. നാളെ മുതൽ ഏരിയ കമ്മിറ്റികളിൽ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ പങ്കെടുത്ത് ചെയ്യുന്നു. താഴേക്ക് പിന്നെയും ചർച്ചയുണ്ട്. പക്ഷേ ഇതിനടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി അടുത്ത മാസം ആദ്യം ചേരുമ്പോൾ രേഖയുണ്ടാക്കും. അതുമായിട്ട് വീണ്ടും വരും. തിരുത്തേണ്ടതെല്ലാം തിരുത്തും, ഒരു സംശയമില്ല. ഈ കേരയിൽ പദ്ധതി അവസാനിപ്പിക്കാൻ തീരുമാനമായിരിക്കും. മാത്രമല്ല മഞ്ഞക്കുറ്റികളടക്കമെല്ലാം ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അത് നമ്മൾ അത്ഭുതപ്പെടേണ്ട. UDF കേരയിൽ പദ്ധതിയെ തുടക്കം മുതൽ എതിർത്തു വന്നവർ അതിനെ വലിയ സമരം നടത്തിയതാണ്.
അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചത് അത്ഭുതമൊന്നുമില്ല. പക്ഷെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പേരെന്ത് വേണമെങ്കിൽ വിളിച്ചോ, ഇനി രാഗാറയിൽ നിന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോ. പക്ഷെ കേരളത്തില് ഇങ്ങനൊരു അതിവേഗപ്പാത വേണോ തെക്ക് വടക്ക്? ഇതാണ് ചോദ്യം. അതോ കേരളത്തിലുള്ളവരെല്ലാം ഇനി ഈ കാറെടുത്ത് തെക്ക് വടക്ക് ഓടണോ? എവിടെ എത്തുന്നത്? ഇപ്പൊ തന്നെ പണിത 4 വരിപ്പാതകള് ആ പണി തീർന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും തിരക്ക് മൂലവും വേണമെങ്കിൽ നിങ്ങൾ ആലുവ തൃശ്ശൂര് അല്ലെങ്കിൽ എറണാകുളം തൃശ്ശൂർ ഒന്ന് യാത്ര ചെയ്യും. ഈ റോഡ് മുഖേന പോകുന്ന യാത്രക്കാരെ മുഴുവൻ ട്രെയിനിലേക്ക് മാറ്റാൻ പറ്റണം. മാറ്റണമെങ്കിൽ അത് അതിവേഗപ്പാത വേണം. ഇത് പാരിസ്ഥിതികമായിട്ട് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ശരി, ഇത് വേണ്ട. വേറെന്താ ബദല് പറയണം? ഇനി വേറെ പേരിട്ടാ വിളിക്കാൻ പോണെങ്കിൽ അങ്ങനെ, അല്ല വല്ല ഭേദഗതി ഉണ്ടെങ്കിൽ അങ്ങനെ. LDF തന്നെ പറഞ്ഞതാണ്, കേന്ദ്രം കേരളയിൽ അനുവദിക്കുന്നില്ലെങ്കിൽ എന്നാ പിന്നെ ഞങ്ങൾ കേന്ദ്രം പറ, അതനുസരിച്ച് ചെയ്യാം. അവര് RTDS പറഞ്ഞു. അപ്പൊ RRT ഞങ്ങൾ ശരി സമർപ്പിക്കാം. ഞങ്ങൾക്ക് തുറന്ന മനസ്സുള്ളൂന്ന് ഇത് തന്നെ വേണമെന്നുള്ളതല്ല. ഞങ്ങളുടെ നിലപാട് കേരളത്തിന്റെ വികസനത്തിന് മുന്നോട്ടുള്ള പോക്കിന് ഇത്തരത്തിലുള്ള ഒരു അതിവേഗ പാത അനിവാര്യമാണ്.